ഹലോ, അപ്പോൾ ഇന്നൊരു അടിപൊളി ട്രിക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. വാട്സപ്പിലെ മെസ്സേജുകളൊക്കെ അവരറിയാതെ എങ്ങനെ നമുക്ക് റീഡ് ചെയ്യാന്നുള്ളതാണ്. ചിലർക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ചില മെസ്സേജുകൾ തുറന്നു നോക്കിയാൽ ചിലപ്പോൾ അപ്പോൾ റീപ്ലൈ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാവും. അപ്പോൾ തുറന്നു നോക്കിയ സ്ഥിതിക്ക് റീപ്ലൈ കൊടുക്കാതിരിക്കാനും പറ്റൂല. അപ്പോൾ അവരറിയാതെ എങ്ങനെ നമുക്ക് എല്ലാ മെസ്സേജും റീഡ് ചെയ്യാന്നുള്ള, ഈവൻ ഫോട്ടോ, ഡോക്യുമെന്റ്, എന്ത് വാട്സപ്പ് മെസ്സേജ് ആണെങ്കിലും അവരറിയാതെ 100% ജെനുവിൻ ആയിട്ട് ഫോണിലൂടെ തന്നെ എക്സ്റ്റേണൽ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു ട്രിക്കാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട വാട്സപ്പിന്റെ അതിന്റെ ട്രിക്ക് ഉണ്ടല്ലോ, ബ്ലൂടിക്ക് റീഡ് റെസിപ്റ്റ് ഓഫ് ആക്കിയാൽ മതിയല്ലോ എന്നുള്ളത്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ബ്ലൂടിക്ക് ആകുമ്പോൾ മറ്റുള്ളവർക്കും നമ്മളെ മെസ്സേജ് മറ്റുള്ളവർ നോക്കിക്കണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റൂല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിന് അതൊന്നുമില്ല. അപ്പൊ ചിലർക്കൊക്കെ ഈ ട്രിക്ക് ചിലപ്പോൾ അറിയുന്നതായിരിക്കും, അപ്പൊ ചിലർക്ക് പുതിയതായിരിക്കും. അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ അനുഭവം എന്തായാലും കമന്റിൽ ഒന്ന് ഇടുക. അപ്പൊ ഇതൊരു അടിപൊളി ട്രിക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ആയിട്ടുള്ള പ്രതിഷേധം ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇനി നേരെ നമുക്ക് നമ്മുടെ ട്രിക്കിലേക്ക് പോവാം. അപ്പൊ വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ ഇവിടെ കാണാം, നമുക്ക് വന്നൊരു മെസ്സേജ് ഞാൻ കാണിക്കാം. ജിൻസ് എന്ന് പറഞ്ഞ ഒരാള് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടൈം നമുക്ക് ഇവിടെ കാണാൻ പറ്റും 8:23 എന്നുള്ളത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് നേരെ നമ്മൾ വേണ്ടത് ഫയൽ മാനേജറിലേക്ക് പോവുക. ഇവിടെ നിന്ന് മൈഫോണിൽ ആൻഡ്രോയിഡ് എന്നുണ്ടാവും. ആൻഡ്രോയിഡ് എടുക്കുക. ആൻഡ്രോയിഡിൽ മീഡിയയിൽ വാട്സപ്പ് ആണ് തപ്പേണ്ടത്. അപ്പോൾ ഇവിടെ 2 വാട്സപ്പ് ഉണ്ട്. ഒന്ന് വാട്സപ്പ് W. ഉണ്ട്. അപ്പോൾ അതായത് ഞാൻ ബിസിനസ് വാട്സപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. എല്ലാ വാട്സപ്പിലും ഇത് പറ്റും. അപ്പോൾ ഞാൻ ബിസിനസ് വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അവിടെ മീഡിയ എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ വാട്സപ്പ് ബിസിനസ് വോയിസ് നോട്ട് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ ഫോൾഡർ തന്നെ, അത് നമുക്ക് ഓർഡർ ആയിട്ടാണ് വരിക. പിന്നെ ഇതിൽ ഒരുപാട് ഫോൾഡർ ഉണ്ട്. ഇത് ഫസ്റ്റത്തെ ഫോൾഡറിൽ തന്നെ 2000 ചില്ലാൻ വോയിസുകൾ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വിചാരിച്ച വോയിസുകൾ എത്ര പെട്ടെന്ന് എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ടൈം ഉണ്ടല്ലോ 8:23, അത് ഇതിൽ ഏത് വോയിസിനാണുള്ളത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 8:23 എന്നുള്ളൊരു വോയിസ്. അപ്പോൾ ആ വോയിസ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇല്ലടാ, പോണം പകുതി വഴിയിലെത്തി. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എത്താന്ന് പറഞ്ഞു കേട്ടല്ലോ. അപ്പൊ നമുക്ക് ആ വാട്സപ്പിൽ തുറന്ന് നോക്കാം, ഇത് തന്നെയാണ് ആ വോയിസ് എന്നുള്ളത്. ഇല്ലടാ, പോണം പകുതി വഴിയിലെത്തി. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് മച്ചാമാരെ ട്രിക്ക്? അപ്പൊ ഇതുപോലെ തന്നെ വാട്സപ്പിന്റെ ഫോട്ടോസ് ആണെങ്കിൽ ആ ഫോട്ടോസ് ഓട്ടോ ഡൗൺലോഡ് നമ്മൾ ഇടണം. ഇതുപോലെ വോയിസിന്റെ ഫോൾഡറിൽ പോയ മാതിരി ഫോട്ടോസിന്റെ ഫോൾഡറിൽ പോവുക. അങ്ങനെ എല്ലാം നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ടൈപ്പ് മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ്, അത് നമുക്ക് മുകളിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ഓപ്ഷനൊന്നുമില്ല. വേറെ ഡോക്യുമെന്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയി വരുന്നത് വരെ അത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ. Press the bell icon on the YouTube app and never miss another update.